നീ ദുനിയാവിന്റെ ചിന്തയുമായിട്ട് നടക്കുന്നവനാണ്. നിനക്ക് അല്ലാഹുവിനെ കുറിച്ചോ ആഖിറത്തെ കുറിച്ചോ ചിന്തയില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ സമയത്തുറങ്ങുമായിരുന്നു, നീ സമയത്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു, കെട്ടിയ പെണ്ണിനോട് സംസാരിക്കാൻ നീ സമയം കണ്ടെത്തുമായിരുന്നു. സ്വന്തം മക്കളുടെ ഏറ്റവും വലിയ പരാതി വാപ്പയൊന്ന് ചിരിക്കുന്നത് കണ്ടിട്ട് മാസങ്ങളായി. ഉപ്പ ചിരിക്കാറില്ല, ഉമ്മ സംസാരിക്കാറില്ല. പടച്ചവനെ, ഇന്ന് പല കുടുംബ ജീവിതവും തകരാറുള്ള കാരണം അല്ലേ? ഭർത്താവ് പറയാ, ഭാര്യമാര് പറയുന്നുണ്ട്, ഉസ്താദേ എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലായാ മതിയായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലായാ മതിയായിരുന്നു. കാരണം 24 മണിക്കൂറും ലോക്ക് വിട്ടിട്ട് കുഞ്ഞിനെ കൊണ്ട് നടക്കണമല്ല നടക്കണേ. എന്താ സ്നേഹം! ഇടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കും. പടച്ചവനെ, ബാത്റൂമിൽ പോകുമ്പോ പോലും കൂടെ കൊണ്ടുപോവാ. അടിച്ചൊക്കെ ചില ഭർത്താക്കന്മാര് മൊബൈല് ഭർത്താവ് കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകാം. അത്രയ്ക്കും സ്നേഹം. ആ മൊബൈലായാ മതിയായിരുന്നു പടച്ചവനെ, കാരണം ഓന്റെ പോക്കറ്റിൽ കയറി ഇരിക്കാമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കള് പിന്നെ വാപ്പ ചിരിക്കണ കാണാറേ ഇല്ല. വാപ്പ ഒന്ന് സന്തോഷത്തോടെ മക്കളോട് സംസാരിക്കാറില്ല. ഭാര്യയോട് ഭർത്താവ് സംസാരിക്കുന്നില്ല. ഭാര്യയ്ക്ക് പിന്നെ 24 മണിക്കൂറും വേറെ പല കലാപരിപാടികളാ അപ്പുറത്തുണ്ടവര്. അവര് സീരിയലിന്റെ മുന്നിൽ ഇരുന്നിട്ട് കരയ, അല്ലാഹുവേ ഈ പാപം പെണ്ണ് എന്താവും പടച്ചവരെ, ഇവിടെ നരകത്തിൽ പോകുമോ, ഖബർ എന്തുകൊണ്ടും. ഇതാ ചിന്ത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. മക്കളൊക്കെ തലതിരിഞ്ഞു പോകാനുള്ള കാരണം, നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളോട് സംസാരിക്കാറുണ്ടോ? എന്ത് രസമെന്നറിയോ ഞാൻ പറയുന്നത്? ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മക്കളെ വിളിച്ചിരുത്തി സംസാരിക്കണം. ചില വാപ്പായും മക്കളെയും കാണുമ്പോൾ കൊതി തോന്നാറുണ്ട്. പടച്ചോനെ, അപ്പോഴാ നമ്മുടെയൊക്കെ വാപ്പമാരെ ഓർമ്മ വരുന്നത്. ഇന്നത്തെ ചില വാപ്പമാര് മക്കളോട് സംസാരിക്കുന്നത് കണ്ടാൽ വളരെ കൂട്ടുകാരെ പോലെ, എന്തൊരു സ്നേഹത്തോടെ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനിന്ന് ഷാജിക്കാടുത്ത് പറയാറുണ്ട്, എനിക്ക് വലിയ അത്ഭുതം ഒന്നും, ഞാൻ ആരെ ഇരുത്തി പുകഴ്ത്തി പറയില്ല. നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നല്ല വാപ്പ ആയിരിക്കുന്ന വാപ്പ, ആ വാപ്പാടെ ഇടത്തും വലത്തും 2 എണ്ണം ഉണ്ട്. മുൻകർ റക്കീബ് അത്തീദ് എന്ന് പറയും. രണ്ടും എന്നാ സ്നേഹം എന്നറിയും. എന്തിനും വാപ്പാടെ കൂടെ തന്നെ. ഞാൻ ഷാജിയാന്റെ അടുത്ത് പറയും ചെയ്തു, ഇതെന്താപ്പ വാപ്പായ്ക്ക് പറ്റിയ 2 മക്കളെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും, കാരണം അവര് കണ്ടാൽ വാപ്പായും മക്കളുമാണെന്ന് തോന്നത്തില്ല. ഏത് കാര്യത്തിനും വാപ്പ സോഡ വേണം, അത് വേണം, ഇത് വേണോ, ഏത് കാര്യത്തിനും. അങ്ങനെ ചില മക്കള് മാതാപിതാക്കൾ വാപ്പ മക്കളോട് സംസാരിക്കണം. ഒരു 5 മിനിറ്റ്, മോനെ നിനക്ക് എന്തു വേണം, നിനക്ക് എന്താ പറയാനുള്ളത്, സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയണം. നമുക്കില്ലത്. വാപ്പാടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുരിഞ്ഞിട്ടാ മക്കൾ നടക്കണത്. ധൈര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മക്കളാണ് ഭാവിയിൽ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുന്നത്. വാപ്പാനെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. അതെങ്ങനെ ആദരിക്കാനാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ വാപ്പമാർക്ക് സ്നേഹമുണ്ട്, പുറത്തു കാണിക്കാറില്ല. മക്കൾ വിചാരിച്ചിരിക്കുന്നത് വാപ്പായ്ക്ക് വലിയ വൈരാഗ്യം. അങ്ങനെയല്ല. ചില വാപ്പമാര് സ്നേഹം പുറത്തു കാണിക്കാറില്ല. കാരണം പുറത്തു കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി. അതുകൊണ്ട് ചെറുപ്പക്കാരൻ്റെ മക്കൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു തന്നിരിക്കുന്ന ശിക്ഷയാണ് ഒരിക്കലും തീരാത്ത ജോലി. ഒരിക്കലും എപ്പോൾ നോക്കിയാലും ബിസി. അതന്നെ, എപ്പോൾ നോക്കിയാലും എന്ത് ചോദിച്ചാലും ബിസി. അങ്ങനെ നീ പറയുന്നത് ഇസ്സത്താണെന്ന് നീ കരുതണ്ട. അതല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു ശിക്ഷയാണ്. അത് ദുനിയാവിന്റെ പുറകെ നടക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന 2ാമത്തെ ശിക്ഷയാ. 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഫഖറല്ലാ യബ്ലഗു അനിൽ അബദാ. ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം, ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം. എന്റെ ഉസ്താദേ, ഞാൻ മാത്രം നേരെയാകാത്തത്? എല്ലാവരും രക്ഷപ്പെട്ടല്ലോ, എല്ലാവരും നല്ല നിലയിലായല്ലോ, ഞാൻ മാത്രം എന്തേ ഇങ്ങനെ ആയി പോയത്? പടച്ചവനെ, എത്ര സമ്പാദിച്ചാലും എത്ര കിട്ടിയാലും നിന്റെ ദാരിദ്ര്യം ഒരു കാലത്തും മാറൂല. നിനക്ക് കിട്ടിയാ തികയൂല. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ചിന്തയാണ്. അല്ലാഹുവേ, എത്ര കിട്ടിയാലും തികയാതെ ദാരിദ്ര്യം വന്നു പോയാൽ ദാരിദ്ര്യം ഒരു ശിക്ഷയാ സഹോദര. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാതെ ദാരിദ്ര്യം ഒരിക്കലും ഒരു അദാബല്ല. ഒരിക്കലും ദാരിദ്ര്യം അദാബല്ല. മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? അതിനകത്തും വല്ലാത്ത ഒരു അനുഭൂതിയുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദുനിയാവെന്ന ചിന്തയോടെ അള്ളാഹനെ മറന്നുകൊണ്ട്, അള്ളാഹുവിനെ മറന്നുകൊണ്ട്
ജീവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം തീരുകയില്ല. നാലാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? മോനെ, ഒരിക്കലും നിന്റെ മോഹം തീരില്ലടാ. ഒരിക്കലും തീരാത്ത മോഹമാ, ഒരിക്കലും തീരാത്ത മോഹമാ. പടച്ചവനെ, 2 നില കിട്ടിയാ നീ പിന്നെയും ആഗ്രഹിക്കും ഇനിയും വേണമെന്ന്. വലിയ വാഹനം കിട്ടിയാ പിന്നെയും നീ ആഗ്രഹിക്കുകയാണ്. നിന്റെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നിന്റെ നാവ് കൊണ്ട് ഒരിക്കലെങ്കിലും എനിക്ക് മതിയായെന്ന് പറയുന്ന ജീവിതത്തിൽ ഒരിക്കലും പറയൂല. അത് അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാണ്. അത് പടച്ചവൻ നിനക്ക് തരുന്ന ശിക്ഷയാണ്. ഇത് ദുനിയാവിന്റെ പുറകെ നടക്കുന്നവർക്കുള്ള ശിക്ഷയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എളുപ്പത്തിൽ പണക്കാരാകാനുള്ള ഷോർട്ട് വഴികളാണ് ഇന്ന് പലരും നോക്കുന്നത്. എങ്ങനെയാണ് പണക്കാരനാകാൻ പറ്റുന്നത്? എങ്ങനെയാണ് അമിതമായ പണമുണ്ടാക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് പലിശ കച്ചവടം നടത്തുന്നത്. അതുകൊണ്ടാണ് മേലനങ്ങാതെ പണം കിട്ടാനല്ലേ ലോട്ടറി എടുക്കുന്നത്. അതുകൊണ്ടല്ലേ ജനങ്ങളെ പറ്റിക്കാൻ തയ്യാറാകുന്നത്. അതിനല്ലേ വണ്ടികളിൽ സഞ്ചരിച്ചു പാവങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് കൊള്ളയടിക്കുന്നത്. എല്ലാം പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹു പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, നിങ്ങൾ ഹലാല് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കണേ, ഹലാലായ ഭക്ഷണം കൊടുക്കണേ. വാപ്പാ, നിന്റെ മക്കൾക്ക് ഹറാമായ ഭക്ഷണം നീ കൊടുക്കാൻ പാടില്ല. ഹലാലായ ഭക്ഷണമേ നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും കൊടുക്കാവൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളുടെ ഇടയിൽ നോക്കുമ്പോ, എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ ഒരു സ്വഹാബി ഇറങ്ങി ഓടുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പടച്ചവരെ ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ള ഒരുപാട് ദിവസം കൊണ്ട് ഈ കാഴ്ച കാണുകയാണ്. ഒരു ദിവസം ആ സ്വഹാബി ഉണ്ടല്ലോ, പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുമ്പോ റസൂലുള്ള വിളിക്കുകയാ, എന്തേ നീ ഇറങ്ങി ഓടുന്നത്? ഇത്ര ധൃതി എന്ത്? നീ അല്ലാഹുവിന്റെ പള്ളിക്കകത്തൊരൽപ്പം നേരം ഇരിക്കുന്നില്ലല്ലോ, ഇവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നില്ലല്ലോ, എന്തിനാണ് സുബഹി കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സുബഹി കഴിഞ്ഞ് പള്ളിയിലിരുന്ന് ഇബാദത്തുകൾ ചെയ്ത ദിക്റുകൾ പറഞ്ഞു പടച്ചവനെ പ്രഭാതം വരെ ഇരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. സഹാബി പറയുകയാണ്, ഈ സുബഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇവിടെ ഇരുന്നു കൊണ്ട് ദിക്റും ഖുർആനും സ്വലാത്തും പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പിന്നെ ഞാൻ ഓടുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഞാൻ പാവപ്പെട്ടവനാണ് നബിയേ, എന്റെ കുടുംബം വല്ലാത്ത പട്ടിണിയിലാണ് നബിയേ, എനിക്ക് 2 ചെറിയ മക്കളുണ്ട്, എനിക്ക് 2 ചെറിയ മക്കളുണ്ട്. ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു പോയപ്പോ സഹാബി അവിടെ നിന്നൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ അയൽവാസിയുടെ വീട്ടില് ഒരു ഈന്തപ്പന മരമുണ്ട്. ആ ഈന്തപ്പന മരത്തിന്റെ ഒരു ഭാഗം എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അവിടെ ഈത്തപ്പഴം ഇങ്ങനെ താഴേക്ക് വീഴും. എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഈത്തപ്പഴം ഇങ്ങനെ വീണ് കിടക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ പള്ളിയിൽ വന്നിട്ട് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ, യാ റസൂലല്ലാഹ്, എന്റെ മക്കള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് വിശപ്പ് കാരണം വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴം അവര് വിശപ്പ് കാരണം എടുത്ത് കഴിച്ചു നബിയേ, അവര് ഹറാമ് തിന്നു നബിയേ, അറിയാതെ കഴിച്ചതാണ് നബിയേ, അവര് പിഞ്ചു മക്കളല്ലേ നബിയേ, പറഞ്ഞു കൊടുത്താ മനസ്സിലാക്കാനുള്ള പ്രായമില്ലാത്തവരാ. അതുകൊണ്ട് ഞാൻ ഓടാനുള്ള കാരണം എന്തെന്നറിയോ? ഞാൻ ഓടി ചെന്നിട്ട് എന്റെ മക്കളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ മുഴുവനും പറക്കിയെടുത്ത് ആ
മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കും നബിയേ. അതിനു വേണ്ടിയാ ഞാൻ ഓടുന്നത്. എന്റെ മക്കള് ഹറാമ് തിന്നാ അവരുടെ ദുആ സ്വീകരിക്കില്ലല്ലോ, അവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കില്ലല്ലോ, എന്റെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ലല്ലോ, എന്റെ മക്കള് നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ. അത് ഭയന്നിട്ടാണ് നബിയേ ഈത്തപ്പഴം പറക്കാൻ ഓടുന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ പാവപ്പെട്ട സ്വഹാബി പറഞ്ഞു കൊടുക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണ് നിറയുകയാ. കാരുണ്യത്തിന്റെ കടലായ മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു സ്വഹാബ. ആരാ സ്വഹാബ? ആ ഈത്തപ്പഴ മരത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചു കൊണ്ടുവാ സ്വഹാബ. സ്വഹാബികൾ അവിടേക്ക് കടന്നുപോയി, സ്വഹാബികൾ അവിടേക്ക് കടന്നുപോയി. ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക്. മുസ്ലിമാണ്, പക്ഷേ മുനാഫിക്കാണ്. മുസ്ലിം എന്ന് പറഞ്ഞ് വെറുതെ നടക്കുന്നവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, മനുഷ്യ, ആ ഈത്തപ്പഴം മരം നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവന് കൊടുക്കാൻ കഴിയുമോ? സ്വഹാബി സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടുക. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എവിടെ ഓടുന്നത് നബിയെ? അയൽവാസിയുടെ ഈത്തപ്പഴ മരത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലോട്ടാ ചരിഞ്ഞു നിൽക്കണേ, ഈത്തപ്പഴം താഴെ വീഴും. എൻ്റെ വീടിൻ്റെ മുറ്റത്താ വീഴുന്നേ. ഒരു ദിവസം രാവിലെ ഞാൻ പോയപ്പോൾ എൻ്റെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇത് പറക്കി തിന്നാ. കൊച്ചുകുട്ടികളല്ലേ, എന്ത് ചെയ്യാനാ നബിയെ? അതുകൊണ്ട് എൻ്റെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ ചെന്ന് ഇതെടുത്തിട്ട് അപ്പുറത്ത് കൊടുക്കും. എൻ്റെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇത് ഞാൻ എടുത്തിട്ട് അപ്പുറത്ത് കൊടുക്കും. അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു, ആ മനുഷ്യനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിന്റെ ആ ഈത്തപ്പഴം അബൂ ദുജാനയുടെ വീട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കണ ആ ഈത്തപ്പഴ മരം എനിക്ക് തരാവോ? സ്വർഗത്തിൽ 10 മരം ഞാൻ നിനക്ക് തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മരം എനിക്ക് തന്ന 10 സ്വർഗത്തിൽ 10 മരം ഞാൻ തരാം. ആ പൊട്ടൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതവൻ പറഞ്ഞെന്ന്, താടിയും തഴമ്പൊക്കെ ഉള്ളവനാ. ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, കച്ചവടം നടത്താൻ ഞാൻ തയ്യാറാ, പക്ഷേ രൊക്കം വേണം, സ്വർഗത്തിൽ കിട്ടിയിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ പറയാ, എനിക്ക് വിൽക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ 10 മരം എനിക്ക് സ്വർഗത്തിൽ കിട്ടിയിട്ട് കാര്യമില്ല, ഇവിടെ തന്നെ വേണം. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് തരാവോ ആ 10 എണ്ണം? നബിയെ, ആ സ്വർഗത്തിൽ ആ 10 മരം എനിക്ക് തരുവോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തരാം. ഈ അബൂ ദുജാനയുടെ അയൽവാസിയുടെ കൈ പിടിച്ചുകൊണ്ട് തോട്ടത്തിൽ പോയി. അവരെ വിളിച്ചു കൊണ്ടുപോയി തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള 10 എണ്ണം എണ്ണിക്കോ. കെട്ടിപ്പിടിച്ചവനെ, അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാണുന്ന ഈന്തപ്പന തോട്ടത്തിൽ 10 എണ്ണം നീ എണ്ണിയെടുത്തോ, നിനക്കിഷ്ടമുള്ളത്. കാരണം നീ എനിക്ക് സ്വർഗത്തിൽ 10 മരം തന്നവനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, അങ്ങനെ 10 മരം അവൻ ദുനിയാവിൽ എണ്ണിയെടുത്തു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിൽ 10 എണ്ണം വാങ്ങിച്ചിട്ടു. അപ്പൊ നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്, ആ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയുടെ മനസ്സാ. തൻ്റെ പിഞ്ചുമക്കൾ ഹറാം കഴിക്കരുത്. നമ്മള് അടുത്തവന്റെ മാവിന്ന് എറിഞ്ഞിട്ടാ തിന്നുന്നേ. അടുത്തവന്റെ തെങ്ങ് കണ്ട കൊടുക്കുവോ? നമ്മുടെ മിറ്റത്തെങ്ങാണ് അയൽവാസിയുടെ ഒരു തേങ്ങ വീണ കാലുകൊണ്ട് തട്ടി അടുക്കളയെ കയറ്റും. ആമിന അരച്ചോ, കരിവെച്ചോ. ഇതാ ആരാപ്പ ചോദിക്കണേ? ആരാ ഹക്കും ബാത്തിലും എനിക്ക് നിങ്ങൾക്കും വല്ല ഉണ്ടോ? വല്ല പേരക്കയോ മാങ്ങയൊക്കെ വീണ് കഴിഞ്ഞാ പടച്ചോനെ ആലോചിച്ച് നോക്കിയേ, ഈ മൂട്ടിച്ച് നിന്നുന്നതിന് വല്ലാത്ത ടേസ്റ്റാ, ഇല്ലേപ്പാ?